ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ടേസ്റ്റുള്ള ഒരു പുഡിങ് ഇവിടെ റെഡിയാക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനായി ആദ്യം ഒരു ബൗൾ എടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ തേച്ച് കൊടുക്കാം. അത് നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പുഡിങ്ങിനുള്ള ട്രേ നമ്മളിവിടെ റെഡിയാക്കി വെക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. നമ്മുടെ പഞ്ചസാര നല്ലപോലെ ഒന്ന് കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ആ കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷമേ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ആ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചൂടോടെ തന്നെ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒഴിച്ചതിന് ശേഷം നമുക്കിത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കണം. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമുക്കിത് ചൂട് പോയതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ആവശ്യമുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഇതുപോലെ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് കാരമലൈസ് ചെയ്യണം. അതിനുശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ നമുക്കിതുപോലെ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് പാലിൻ്റെ ആട ഉണ്ടല്ലോ, അതാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, പ്രശ്നമില്ല. ഇനി നമുക്കിതിലേക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി പാലൊന്ന് തിളച്ച് വരുന്ന സമയം നമ്മൾ കലക്കി വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ മിക്സ് ആക്കിയിട്ട് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ ഇനി കൈവിടാതെ ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതുപോലെ നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കോൺഫ്ലോറൊക്കെ ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷുഗർ ഇവിടെ കാരമലൈസ് ചെയ്തല്ലോ, അതിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ സെറ്റായിട്ടുണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒഴിച്ചതിന് ശേഷം തണുപ്പൊക്കെ പോയതിന് ശേഷം ചൂട് പോയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം വെച്ച് തണുപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ എത്ര വെക്കുന്നോ അത്രയും ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് തണുപ്പോടെ കൂടെയും കഴിക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാനിവിടെ ഒരു 4 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ആ പരുവായിട്ടുണ്ട്, നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു
പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു പ്ലേറ്റ് മേലെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ പുഡിങ് അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് പുഡിങ്. അതിന് മേലെ നമുക്ക് ഡെക്കറേഷന് വേണ്ടി ഒരു ചെറി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയൊരു പുഡിങ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.